നമ്മുടെ സ്കൂളുകളിൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മന്ത്രി അടക്കം ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഏറ്റവും നല്ല ഒരു കാര്യം ആലോചിച്ചുകൂടെ എന്നുള്ളതാണ്. ഇപ്പോൾ രാവിലെ സ്കൂൾ തുടങ്ങി വൈകുന്നേരം ലോങ് ബെല്ലടിച്ച് സ്കൂൾ വിടുന്നു. ഈ ലോങ് ബെല്ലടിക്കുന്നതിന് മുൻപ് ഒരു അരമണിക്കൂർ മുമ്പാവട്ടെ ഒരു ചെറിയ ബെല്ല് കൊടുക്കുന്നു. എല്ലാ കുട്ടികളും ഗ്രൗണ്ടിലേക്ക് വരുന്നു. അവിടെ സ്കൂളിൽ നിന്ന് പിന്നെ വീട്ടിലേക്ക് പോവുകയാണ് അവർ ചെയ്യുക സാധാരണഗതിയിൽ. അപ്പോൾ ഒരു അതുവരെയുള്ള സ്ട്രെസ് ഉണ്ട് കുട്ടിക്ക് വല്ലാത്ത തരത്തിലല്ലേ. ഈ സ്ട്രെസ് ആകെ നീക്കിട്ടാൻ പറ്റുന്ന ഒരു എക്സസൈസിലേക്ക് കടന്നൂടെ? എന്താ ഡാൻസിന്റെ ജുംബോ ഡാൻസ് അല്ലേ? ജുബ ഞാൻ പറയുന്ന പേര് തെറ്റായിരിക്കാം, പക്ഷെ അത്ര ഒരു ഡാൻസിലേക്ക് കടക്കാറ് അത് നല്ല എക്സസൈസ് ആണല്ലോ. നല്ല നിലക്ക് ആ പരിപാടി നടത്താലും അതിന് പാട്ടിന്റെ സൗകര്യം സൗണ്ട് സിസ്റ്റം ഇപ്പം എല്ലാ സ്കൂളുകളിലും ഉണ്ട്. അപ്പം ആ സിസ്റ്റം വെച്ചുകൊണ്ട് കുട്ടികളെല്ലാവരും നല്ല ഹരത്തിലായിരിക്കും. അധ്യാപകരും തയ്യാറാവണം. ഫലത്തിൽ ഇതിന് അധ്യാപകര് കുറച്ച് മടിയുള്ളവരാണ്. കാരണം അവരും എക്സസൈസ് എടുക്കണമല്ലോ ഇതിന്റെ കൂട്ടത്തിൽ. അതിന് കുറച്ചൊരു മടി കാണിക്കുന്നുണ്ട്. അപ്പോ വിദ്യാഭ്യാസ മന്ത്രി അത് ശ്രദ്ധിക്കുക. അടുത്ത അധ്യയന വർഷ ആരംഭത്തിൽ തന്നെ ഇത് നമുക്കങ്ങ് നടപ്പാക്കിയാൽ എന്താണ്? ഈ കുട്ടിയുടെ സ്ട്രെസ് മുഴുവൻ അങ്ങ് പോകും. കുട്ടി ഒരു നല്ല ഉന്മേഷത്തോടു കൂടിയാണ് വീട്ടിലേക്ക് ഓടിപ്പോകുന്ന അവസ്ഥയിരിക്കുക. നല്ലോണം വേർക്കും, നല്ല സ്ട്രെസ് നീങ്ങി കിട്ടുന്ന കുട്ടികളായിട്ട് മാറും. ആ ഒരു കാര്യവും നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അതോടൊപ്പം യോഗ, മറ്റ് വ്യായാമ മുറകൾ ഇതൊക്കെ നമ്മുടെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം. നേരത്തെ ഞാൻ പറഞ്ഞു, മുതിർന്നവരെ ബഹുമാനിക്കല്, അവരവര് മറ്റുള്ളവരോട് കാണിക്കേണ്ട വിനയം, ബഹുമാനം, അതൊക്കെ തങ്ങളുടെ വ്യക്തിത്വത്തിന് മാറ്റുകൂട്ടുകയോ ചെയ്യൂ എന്നുള്ളത് ചെറുപ്പത്തിൽ തന്നെ കുട്ടിയിൽ പകർന്നു കൊടുക്കണം. ഞാൻ എല്ലാവരുടെയും മേലെയാണ് എന്നൊരു ഭാവത്തിലല്ല കുട്ടി വളർന്നു വരേണ്ടത്. ആ ഒരു ചിന്ത കുട്ടിയിൽ ഉണ്ടാക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം അടച്ചിടലല്ല, തുറന്നു വിടലാണ് പ്രധാനം. ഇതായിരിക്കണം കുട്ടികളോടുള്ള സമീപനം. തുറന്നു വിടുക എന്ന് പറയുമ്പോൾ മുതിർന്നവരുടെ ഒരു കണ്ണെപ്പോഴും ഉണ്ടാവണം എന്നുള്ളത് ശരിയാണ്. അത് ആ കണ്ണുണ്ടായിക്കോട്ടെ. എന്നാലും അവർക്ക് കൂട്ടുകൂടാനും സമപ്രായക്കാരുമായി കളിക്കാനുമെല്ലാമുള്ള അവസരം ഉണ്ടാവണം. അപ്പോ അത്തരം കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പറയാനുണ്ട്. എന്നാലും ഈ ഞാൻ പറഞ്ഞു പോയപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോയി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സമഗ്രമായ ഇടപെടലുകളാണ് നടത്തേണ്ടത്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് വിവിധ ടേമാക്കാം. ഷോർട്ട് ടേമും മീഡിയം ലോങ് ടേം എല്ലാം ആക്കാം. അത്തരത്തിലുള്ള ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് അവയ്ക്കനുസൃതമായ പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ നമുക്ക് കഴിയണം. അതിന് മാർഗദർശനം നൽകുന്നതാണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന ഡോക്യുമെന്റ് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടവർ വിശദാംശങ്ങൾ ഇവിടെ സംസാരിക്കും. നിയമം കർശനമായി നടപ്പാക്കുന്ന നില തന്നെയാണ് നമ്മൾ സ്വീകരിച്ചു പോകുന്നത്. ഫസ്റ്റ് ടൈം ഒഫൻഡേഴ്സായ കുട്ടികൾ, ആ കുട്ടികളോട് എല്ലാ രീതിയിലും മനുഷ്യത്വപരമായ സമീപനമാണ് സ്വീകരിക്കുക. മയക്കുമരുന്നുകൾക്ക് അടിപ്പെട്ടു പോയവരെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. ഡി അഡിക്ഷൻ സെന്ററുകൾ നല്ല നിലക്ക് നമ്മൾ ആരംഭിക്കുന്നുണ്ട്. അവിടെ ചികിത്സിക്കേണ്ട അവസ്ഥയിലെത്തിയിട്ടുണ്ടെങ്കിൽ അവരെ നിർബന്ധമായും ചികിത്സിക്കണം. എന്നിട്ട് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ മയക്കുമരുന്നുകൾക്കെതിരായ സമീപനം നിയമപരമായി സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട നടപടിയായിരിക്കും നമ്മൾ സ്വീകരിക്കുന്നത്. എന്നാൽ മറ്റ് നടപടികൾ, മയക്കുമരുന്നിനെതിരെയുള്ള നടപടികൾ, അത് കർക്കശമായി തുറന്നു പോവുകയും ചെയ്യും.